നോക്കാം വാർത്തകളിലേക്ക് വിശദമായി. കാഞ്ഞങ്ങാട് മൻസൂർ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യാശ്രമത്തിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. ഡിവൈഎഫ്ഐ മാർച്ച് SP ഓഫീസിലേക്ക് നടത്തി. ബാബു പെരിങ്ങോത്തിനാ വനിതാ കമ്മീഷൻ സംഭവത്തിൽ സ്വമേധയാ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കമ്മീഷൻ അംഗം കുഞ്ഞായിഷ ഹോസ്റ്റലിലെത്തി വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്തു. നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാശ്രമത്തിൽ ഹോസ്റ്റൽ വാർഡനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. അമ്മ നൽകിയ പരാതിയിലാണ് ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തത്. യുവജന സംഘടനകളുടെ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസ് കാവല് ശക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. കാഞ്ഞങ്ങാട് നിന്ന് KV ബൈജു ചേരുന്നു. ബൈജു, വളരെ പ്രധാനപ്പെട്ട കാര്യം, മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോഴും കഴിയുന്ന വിദ്യാർത്ഥിനി അപകടനില തരണം ചെയ്തിട്ടുണ്ടോ? ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാകുന്നുണ്ടോ? അതേത് തരത്തിലുള്ള ഒരു പ്രതിഷേധവും ഒപ്പം നടപടികളും ഏത് തരത്തിലാണ് നടക്കുന്നത്? അപർണ, ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഡിവൈഎഫ്ഐ ഓഫീസിലേക്ക് നടക്കുന്ന മാർച്ചിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്പസമയം മുമ്പാണ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചത്. എന്നാലും പ്രവർത്തകരുടെ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ്. ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ നടത്തുന്നത്. ഏതായാലും ഈ കുട്ടിയുടെ നിലയിൽ നേരിയ പുരോഗതി ഉണ്ടെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി ഈ കുട്ടി ഭക്ഷണം ഉൾപ്പെടെ കഴിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴും പ്രതിഷേധത്തിന് ഒട്ടും കുറവില്ല. ഇതിന് തൊട്ടു പിന്നാലെ ഇനി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു മാർച്ച് ഇതേ ഡിവൈഎസ്പി ഓഫീസിലേക്ക് വരുന്നുണ്ട്. ഇന്നലെ ഈ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിനിടെ പോലീസ് ലാത്തിച്ചാർജിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഈ പ്രതിഷേധം കാണുന്നത്. ഡിവൈഎസ്പിയുടെ ആയാലും അതുപോലെ തന്നെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും ഇന്നലെ ലാത്തിച്ചാർജ് നടത്തിയിരുന്നു. നിരവധി പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആ ഒരു പ്രതിഷേധം, അതിന്റെ പ്രതിഷേധമായാണ് ഇന്ന് ഡിവൈഎസ്പി ഓഫീസിലേക്കുള്ള ഈ മാർച്ച്. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്കാണ് ഈ മാർച്ച് നടക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പാണ് ജലപീരങ്കി ഉപയോഗിച്ചത്. ഇവരെ പ്രവർത്തകരെ പിന്തുണാൻ ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇവർ ഇപ്പോൾ ഈ പ്രതിഷേധം തുടരുന്നുണ്ട്. അല്പസമയത്തിനകം ഇത് തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ശക്തമായ പ്രതിഷേധവുമായി ഇപ്പോൾ പ്രവർത്തകർ എത്തുന്നുണ്ട്. എന്തായാലും അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ വനിതാ കമ്മീഷൻ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. 15 ദിവസത്തിനകം പോലീസിനോട് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഹാജരാക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ വിദ്യാർത്ഥികളിൽ നിന്നും വനിതാ കമ്മീഷൻ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർഡൻ മോശമായാണ് പെരുമാറിയതെന്ന് വിദ്യാർത്ഥികൾ വനിതാ കമ്മീഷന് മൊഴി നൽകിയിട്ടുമുണ്ട്. എന്തായാലും ഇന്നലെ ഒരു ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ ഈ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിച്ചിട്ടുണ്ട്. വാർഡിനെ മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഈ മംഗളൂരുവിൽ ചികിത്സയിൽ കഴിയുന്ന ഈ വിദ്യാർത്ഥിനിയെ കാണാനുള്ള അവസരം ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ മംഗളൂരുവിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഈ പാണത്തൂർ സ്വദേശിനിയായ 3ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി ചൈതന്യെ സന്ദർശിക്കാൻ സംഘം പുറപ്പെട്ടിട്ടുണ്ട്. അവർ നേരിട്ടെത്തി ഈ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില വിലയിരുത്തും. എന്തായാലും ആശുപത്രി അധികൃതർ എടുക്കുന്ന നമുക്ക് ലഭിക്കുന്ന വിവരം ആശ്വാസ വിവരമാണ്. ഈ ബൈജു, ഇന്നലെ നടന്ന ആ ചർച്ചയിൽ യാതൊരു തരത്തിലുള്ള പ്രോഗ്രസും ഉണ്ടായില്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ?
ഡിവൈഎഫ്ഐയും പ്രതിഷേധത്തിലുണ്ട്, യൂത്ത് കോൺഗ്രസും പ്രതിഷേധത്തിലുണ്ട്. അപ്പോഴും ഈ പോലീസ് ഈ മാർച്ച് തടയാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഒരു സമവായ ചർച്ചയൊന്നും നടക്കുന്നില്ലേ? ഈ യുവജന സംഘടനകൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിഗണിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു നിലപാടുണ്ടോ? വീണ്ടും ഈ പ്രതിഷേധത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും കാര്യങ്ങൾ കടന്നത് എന്തുകൊണ്ടായിരിക്കുമെന്ന്? അപർണ, ഇത് പ്രധാനമായും ഇന്നലെ ഇതേ സംഘം SFI, DYFI അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഈ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ആ മാർച്ചിനിടെ പ്രവർത്തകർക്കെതിരെ പോലീസ് ലാത്തിചാർജ് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പോലീസ് നടപടിയിൽ പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. പോലീസ് യാതൊരു പ്രകോപനവും ഇല്ലാതെ ഇത്തരത്തിൽ SFI അതുപോലെ തന്നെ DYFI ഒപ്പം KSU ഇവരുടെ മാർച്ചിന് നേരെ ഇത്തരത്തിൽ ലാത്തിചാർജ് നടത്തി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അത്രയ്ക്ക് പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നത്. ഇന്നലെ ഈ മാനേജ്മെന്റ് അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രതിനിധികൾ ഒപ്പം ഈ പരാതിയുള്ള വിദ്യാർത്ഥികൾ ഇവരുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ ചർച്ച നടത്തിയത്. ഈ ചർച്ചയിൽ ഭൂരിഭാഗം ആവശ്യങ്ങളും വിദ്യാർത്ഥികളുടെ ഭൂരിഭാഗം ആവശ്യങ്ങളും അംഗീകരിച്ചിരുന്നു. അത് ഈ ചർച്ചയിൽ തൃപ്തി ഉണ്ട് എന്ന് തന്നെ ഇന്നലെ വിദ്യാർത്ഥി പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ നടക്കുന്ന ഈ മാർച്ച് പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട് DYFI ഓഫീസിലേക്ക് നടക്കുന്ന മാർച്ചാണ്. അതിൽ പ്രതിഷേധിച്ചുള്ള മാർച്ചാണ്. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസിന്റെ തലക്ക് ഇന്നലെ പരിക്കേൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുള്ള ഒരു പ്രതിഷേധ പരിപാടി ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. ഏതായാലും KV ബൈജു വിവരങ്ങൾ നൽകിയത്. കാഞ്ഞങ്ങാട് ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് മംഗലാപുരത്ത് ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയെ, നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ ഇന്ന് സഹപാഠികൾ സന്ദർശിക്കുകയും ചെയ്യും. വിദ്യാർത്ഥി യുവജന സംഘടനകൾ നടത്തുന്ന മാർച്ചൊക്കെ സംഘർഷത്തിൽ കലാശിക്കുന്ന സ്ഥിതിയാണ്. അതിനിടെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കമ്മീഷൻ അംഗം കുഞ്ഞായിഷ ഹോസ്റ്റലിലെത്തി കൂടിയാണ് വിദ്യാർത്ഥികളുടെ മൊഴി എടുത്തത്.